സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു ദിവസത്തേക്കാണ് ഗൈസ് പോകുന്നത്. അതിന് ഇത്രയും സാധനങ്ങള്. So guys, welcome back to the another video of Renu Bhagya Vlogs. ഈ ഒരു വ്ളോഗിന് ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റത്തെ ആനിവേഴ്സറി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മള് മെയ് 4th ആണ് നമ്മുടെ വെഡിങ് ആയിരുന്നത്. അപ്പൊ ഇന്നിപ്പോ മെയ് 3, നാളെ മെയ് 4th ആണ്. നാളത്തെ ദിവസത്തെ ആഘോഷിക്കാൻ വേണ്ടി നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ്. സ്ഥലത്തിന്റെ പേര് ഇതുവരെയായിട്ട് എന്റെ അടുത്ത് റിവീൽ ചെയ്തിട്ടില്ല. ഒരു പകുതി വഴിയൊക്കെ ആകുമ്പോഴത്തേക്ക് നിനക്ക് ഗസ് ചെയ്യാൻ പറ്റും. പിന്നെ മാപ്പ് ഒക്കെ സ്വയം ഇട്ടിട്ടുണ്ട്, എല്ലാം സ്വയം ചെയ്യുന്നുണ്ട്. അപ്പൊ മാപ്പിൽ കാണിക്കുന്ന ഇതൊന്നും പ്ലേസ് ഒന്നും കാണിക്കില്ല. 2 hour 33 minutes ഒക്കെ കാണിക്കണം. അപ്പൊ എനിക്ക് ആദ്യം എന്നോട് പറഞ്ഞ 4 hour ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ 4 hour എവിടേക്ക് ആയിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. ഞാൻ കൊറേ ചോദിച്ചു, ഊട്ടിയാണോ, വയനാടാണോ, വാഗമണാണോ, വേറെ ഇടുക്കിയാണോ, ഒന്നും പറഞ്ഞിരുന്നില്ല. 2 hour എന്നൊക്കെ പറയുമ്പോ ഐ തിങ്ക് ഇറ്റ്സ് വയനാട്. ഞാൻ ഗസ് ചെയ്തത് അതന്നെയാ, വയനാടാണ്. നമുക്ക് നോക്കാം. 2 hour ഇപ്പൊ കണ്ടപ്പോ എന്റെ ഒരു മനസ്സിൽ വയനാടായിരിക്കും. അപ്പൊ വയനാടായിരിക്കും ആയിരിക്കുമല്ലോ. അപ്പൊ 2 മണിക്കൂറിൽ വേറെ എവിടെ എത്താൻ പറ്റുമോ? നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഇതാ വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും. അതെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇവിടെ കാലിക്കറ്റിന്ന്. അപ്പൊ നമുക്ക് പോണ വഴിക്ക് കാണാം. ഫുഡ് കഴിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചു. ഇതിപ്പോ സമയം 12 കഴിഞ്ഞു. നമ്മള് 10 മണിക്ക് ഇറങ്ങാന്നൊക്കെയാണ് വിചാരിച്ചത്. അവിടെ ചെക്കിന് എത്ര മണിക്കാ? 2 മണിക്കാണ്. അപ്പൊ നമ്മള് 2:30-3 മണിക്കാവും തോന്നുന്നുണ്ട്, അറിയില്ല. എന്തായാലും പോകുന്ന വഴിക്ക് കാഴ്ചകളൊക്കെ അതെ കാണിച്ചു തരാം. ഡാഷ് ക്യാം ഒക്കെ വെച്ച് ഓണാക്കിയിട്ടില്ലേ നമുക്ക് ട്രിപ്പ് അവിടെ ചോരൊക്കെ കയറുന്ന ബാക്കിലുണ്ട്. അപ്പൊ ഇതിന്റെ അൺബോക്സിങ്ങും ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ടെക് ചാനലില് നിങ്ങള് ചെക്ക് ഔട്ട് ചെയ്താൽ കാണാൻ പറ്റും. ഡീറ്റെയിൽസ് ഒക്കെ പ്രൊഡക്റ്റ് ലിങ്ക് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇനി 1.5 മണിക്കൂറും കൂടെ ഉണ്ട്. ഇപ്പൊ ഭാഗ്യ ഗസ് ചെയ്തത് വന്നിട്ട് വയനാട്. ഞാൻ അവന്റെ അടുത്ത് ഇപ്പൊ ഇത്രയും നേരം ഒരു 1/2 മണിക്കൂറും 3/4 മണിക്കൂറായിട്ട് ഞാനിപ്പോ തന്നെയാ പറയുന്നത് എന്തെന്ന്. നമ്മള് വയനാട്ടിക്ക് തന്നെയാണ്. വയനാട് താമരശ്ശേരി ചുരം കഴിഞ്ഞിട്ട് നമ്മള് നേരെ വയനാട്ടിലേക്കാണ് പോണത് എന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. കാരണം 1 മണിക്കൂറും 37 മിനിറ്റാണ് ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ മിക്കവാറും നല്ല എന്തായാലും വയനാട്ടിലേക്ക് തന്നെ ആവും. ഇതിപ്പോ വയനാട് റോഡ് എന്റെ കോളേജിലേക്ക് പോണ, താമരശ്ശേരി ഒക്കെ കഴിഞ്ഞു എന്റെ കോളേജിലേക്ക് പോണ റൂട്ടാണിത്. ഞാൻ പറഞ്ഞത് താമരശ്ശേരി ചുരം വഴിയല്ല പോകുന്നത്, വയനാട്ടിലേക്കല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഭാഗ്യ ഗസ് ചെയ്തത് കറക്റ്റ് ആവൂല്ലേ? ഇതെന്റെ അടുത്ത് പറഞ്ഞാലല്ലേ അത് ഏത് സ്ഥലം എങ്ങോട്ടാ പോണം. നിന്റെ കഴിവ് ഗസ് ചെയ്യാന്നുള്ളത്. അതെ, സർപ്രൈസ് എന്ത് പറയുമ്പോ സർപ്രൈസ് അറിയാൻ ഞാൻ എന്ത് ചോദിക്കാനാ? എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ എന്തായാലും പറയണു വയനാട് തന്നെയാ. ഓക്കെ, അതും താമരശ്ശേരി ചുരം വഴി അല്ലേ? അല്ലാതെ വയനാട്ടിലേക്ക് എത്താൻ വേറെ വഴി ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പോകുന്നതൊക്കെയാണ്. ഫുഡ് കഴിക്കാൻ എവിടെ കയറണം. അതെ, ഇപ്പൊ 1 മണി കഴിഞ്ഞു. വിശക്കാൻ ചെറുതായിട്ട് അപ്പൊ നമുക്ക് പോവാം. ഇങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാനായി. പോകുന്ന വഴിക്ക് ഇതേ പറഞ്ഞ ഇതിൽ കുറേ റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മളൊരു മലയോര ഏരിയ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ ഫോഗ് ഉണ്ടോ? മോഡല് പോലെ നമ്മളവിടേക്ക് എത്താനാവും തോറും അവിടുന്ന് ഇങ്ങനെ ഫോഗൊക്കെ മറിഞ്ഞിരിക്കുന്ന പോലെ കാണുന്ന മലയൊക്കെ. പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് വലിയ തണുപ്പൊന്നുമില്ല. ഇനിയിപ്പോൾ മലേൻ്റെ മേലെ കയറുമ്പോൾ വലിയ തണുപ്പുണ്ടാവും എന്നുള്ള കാര്യം അവിടെ എത്തിയാലേ നമുക്ക് പറയാനും പറ്റുള്ളൂ. നമ്മളിതാ ചുരം കേറുകയാണ്. പക്ഷെ ഇത് കുറ്റ്യാടി ചുരാണ്. ആണോ? അല്ലല്ല, അത് വയനാട് ചുരല്ലേ? ഇതാണ് താമരശ്ശേരി ചുരം. ഉറപ്പല്ലേ? ആണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. എനിക്കറിയില്ല, ഞാൻ പണ്ടെങ്ങാണ്ടോ പോയതാ.
ഭാഗ്യ ഗസ് ചെയ്ത ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത് വയനാട് തന്നെയാണ് നമ്മൾ പോണത്. ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമുക്ക് ഉറപ്പിക്കാമേ. ഓക്കെ ഓക്കേ. ഗൈസ്, ഒരുപാട് കുരങ്ങന്മാരിയ്ക്കുന്ന റോട്ടിൽ വണ്ടീൻ്റെ കുറുകയൊക്കെ വന്ന് തല്ലുകൂടി ഒന്ന് ചാടാൻ നേരത്ത് സൈഡിലേക്കൊക്കെ മാറ്റി ഒടിച്ചെടുത്തോണ്ടൊക്കെ പോയത്. ഭാഗ്യം കൊണ്ട് ബാക്കിൽ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അതിനൊക്കെ കുറച്ച് സീനുള്ള സ്ഥലമാണ്. അങ്ങനെ കുറച്ച് സൂക്ഷിച്ച് നമ്മൾ ഓടിച്ച് അവിടെ എത്തണം. പിന്നെ റോഡിന് ചില സ്ഥലത്തൊക്കെ വീതി കുറവാണ്. ഇത് വയനാട് ചുരം വഴി തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്താൻ ഏകദേശം ഇനി അവിടുന്ന് 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ നിർത്താനും ഉണ്ട്. അങ്ങനെ ഇതിൽ ആ ഒരു വൈബിൽ അങ്ങനെ നമ്മൾ ഈ കാടിൻ്റെ ഇതൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ. തണുപ്പ് എന്ന് പറയാൻ വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ നമുക്ക് എ സി ഇട്ട് അങ്ങനെ കയറ്റം കയറി പോകുന്നത് വലിയൊരു നല്ല പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഇടക്കൊന്ന് എ സിയിലും ഇടക്കൊന്ന് നിർത്തും. പിന്നെ ചിലപ്പോൾ അങ്ങനെ വിൻഡോസ് താത്തിട്ടിട്ട് അങ്ങനെയൊക്കെ കയറി അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് തന്നെ കയറണം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതാ ഒരു എത്രാമത്തെ വളവാ? 2, 4, 3 ആയിണ്ട്. ഈ സാധനം പൊട്ടിച്ച നമ്മൾ അവിടുന്ന് മേടിച്ചതാണ് ഗൈസ്. അവിടുന്ന് അടിവാരത്തിന് മുന്നേ ആയിട്ട് നമ്മള് കഴിക്കണം കുടിക്കണം. ഇത് രണ്ടും ഇനി അവിടെ മുകളിലെത്തിയിട്ടിന് പറ്റുള്ളൂ. ഇപ്പൊ ചുരത്തിൽ നമ്മൾ കേറിപ്പോയില്ലേ, നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അവിടെ എത്തിയിട്ട്. തൽക്കാലം ഇപ്പൊ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്നാ കോഫീൻ്റെ ഇതല്ലേ, ടേസ്റ്റ് ഉണ്ടോ? ഭാഗ്യന്റെ കോളേജ് ഇവിടെ കാണാന്ന് പറയുന്നത്. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. എന്റെ കോളേജ് ഇവിടെ കാണും. എന്താ താജ്മഹൽ പോലെ താജ്മഹൽ പോലെ കാണുന്നതാണ് എന്റെ കോളേജ്. അല്ല, അവിടുത്തെ പള്ളിയാണ്. നോളജ് സിറ്റി. നോളജ് സിറ്റിന്റെ ഉള്ളിലാണ് എന്റെ കോളേജ്. നോളജ് സിറ്റിയാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം. കുഴപ്പമില്ലാത്തൊരു വീട്. എത്രാമത്തെ 3ാമത്തെ വളവാകുന്നുണ്ട്. കുഴപ്പമില്ല. തൽക്കാലം അവിടെ നിർത്തി. ചെറിയ തലവേന. എ സിയിൽ ഇരിക്കല്ലേ, ഫുഡ് കഴിച്ചില്ല. 2 മണിയാവാനായി. പിന്നെ പെട്രോൾ അടിക്കാനുണ്ട്. അപ്പൊ ഇനിയിപ്പൊ അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴേ നല്ല പരിചയമുള്ള ഒരു പള്ളി. ഒരു താജ്മഹലിന്റെ രൂപസാദൃശ്യമുള്ള ഒരു പള്ളി. നമുക്കിവിടെ കുറച്ചു നേരം നിന്നിട്ട് പെട്ടെന്ന് പോവാം. പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തണം. നമ്മളിവിടെ റീഗൽ ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് കയറിയില്ല. ഇവിടുന്ന് തൽക്കാലം കഴിക്കാൻ വെച്ചു. ഇവിടെ കുറച്ച് പാർക്കിംഗ് ഉണ്ട്, ബാക്കിയൊക്കെ ഫുള്ളായിരുന്നു. മീൽസ് ഇല്ലാന്ന് പറഞ്ഞത്. അതെ, ഹോട്ടലൊക്കെ കണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കാം, എന്നിട്ട് കഴിക്കാം. ഓക്കെ. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മള്. വെജ് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും പറഞ്ഞിട്ട്, പിന്നെ ആഫ്റ്റർ ലെമൺ ടീ, അതൊക്കെ ദഹിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളൊന്ന് വെജ് പിടിച്ചതാണ്. ഇത്രയും ദിവസം നമ്മൾ നോണായിരുന്നു. അപ്പൊ ഇനി കുറച്ച് ദിവസം വെജ് ആക്കി. അങ്ങനെ നമ്മൾ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ്, വെജ് ഫ്രൈഡ് റൈസും പിന്നെ അതേപോലെ തന്നെ പനീർ ബട്ടർ മസാലയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കായിരുന്നു. അവിടെയാണ് നല്ല ബഹളം ഉണ്ടായിരുന്നു. വെച്ചാൽ കുറേ ബംഗാളികളും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ലഹളയായിരുന്നു അവിടെ. കുട്ടികളെയും കൊണ്ട് വന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. പക്ഷെ അതിൻ്റെ നടുവിൽ വെച്ചിട്ട് അവിടെയാണ് ഈച്ച വന്ന് കയറി. പിന്നെ ഈച്ച ശല്യം സഹിക്കുക ചെയ്യാതെ ആ ഈച്ചേനെ പിടിച്ച് ആ കുപ്പിയിലാക്കി അവിടെ അളിയൻ ട്രാപ്പായി. അങ്ങനെ അതിനെ പിടിച്ച് അതിൻ്റെ അകത്ത് അടച്ചു വെച്ച്. അങ്ങനെ പിന്നെ ഒരു ലെമൺ ടീയും കൂടെ കുടിച്ചാൽ നമ്മള് ഫുഡ് കഴിച്ചു. ഫുഡിൽ ഈച്ചയൊക്കെ വന്നിരിക്കുന്നുണ്ട്. വലിയ ഹൈജീൻ ഒന്നും ഇല്ല. കാണുമ്പോ ഭയങ്കര ഹോട്ടലാന്നൊന്നും ചെയ്യാനില്ല അതിന്റെ അകത്ത്. ആ മറ്റേ ഈച്ചേനെ പോകുന്ന ഒരു മെഷീൻ വെച്ചാലും മതിയായിരുന്നു. ഒന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന മരിക്ക് തുടക്കാത്തോണ്ടായിരിക്കും ടേബിള് കറക്റ്റ് ആയിട്ട് ലിക്വിഡ് ഒക്കെ വെച്ച് ഇതാക്കിയാല്. അപ്പൊ ഫുഡൊന്നും തിരക്കേടില്ല. ഫ്രൈഡ് റൈസും പനീറും ഒക്കെയാണ്. ലാസ്റ്റ് ലെമൺ ടീ ദഹിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുടിച്ചു. ഐസ്ക്രീം കഴിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾക്ക് 2 പേർക്ക് ചുമയുണ്ട്. പിന്നെ മാറി വരുന്നുള്ളൂ. എനിക്കിപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തണുപ്പ് കഴിക്കുന്നില്ല. പിന്നെന്താ, കേറിയ പാടെ തന്നെ മുക്കുന്ന മൂലന്ന് കൊറേ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഫാമിലീസ് ഉണ്ട്. ഫുള്ള് ഹിന്ദിക്കാരാ അധികം. മലയാളി സാഗര 1-2 ഫാമിലി ഉള്ളൂ. തെലുങ്ക് അങ്ങനത്തെ. അതെ, ഫുള്ള് ഈ പിള്ളേര് കാ പീ പൂ പറഞ്ഞിട്ട്
പിള്ളേരെ എങ്ങനെയൊക്കെയാവട്ടെ. അപ്പൊ എന്നാലും നമുക്ക് ഇവിടുന്ന് നേരെ ഇനി നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇനി എവിടെ സ്റ്റോപ്പില്ല. അതെ, നമ്മൾ നേരെ പോകുന്നു. കുറച്ച് തേയില ചൂണ്ടലേ തേയില കുറച്ച് ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഗാന്ധിഗ്രാമം ഇഷ്ടംപോലെ ഉണ്ട്. തേയിലേന്റെ ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എസ്റ്റേറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടുന്നുള്ള പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന ഇത് ചുണ്ടയിലാണ്. നല്ല ബ്ലോക്ക്. ഇന്ന് സൺഡേ ആണ്ടേ എല്ലായിടത്തും നല്ല ബ്ലോക്ക് ഉണ്ട്. പോയേക്കാം. ഇങ്ങനെ ഒരുപാട് തേയിലത്തോട്ടങ്ങളുടെ ഒക്കെ നടുവിലൂടെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഗ്രാമങ്ങളിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജേർണി തന്നെയായിരുന്നു. നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തു. തേയിലായിരിക്കും. 2 മിനിറ്റും കൂടെ ഉള്ളൂ. ക്രിക്കറ്റ്. അതെ, ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മൾ ഇവിടേക്കാണ്. അങ്ങനെ ഭാഗ്യം പറഞ്ഞ പോലെ നമ്മൾ വയനാട്ടിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത്. റിസോർട്ടിന്റെ പേര് വുഡ്പാണ്ട. ജംഗിൾ റീട്രീറ്റ്. നല്ല ഭംഗിയുണ്ട് പൂച്ചി. ഞാൻ അപ്പോഴേ ഗസ് ചെയ്തില്ലേ വയനാട്ടിലായിരിക്കുന്നു. സോ ഗൈസ്, വുഡ്പാണ്ട. അതെന്താ പാണ്ട എന്നുള്ള സെലക്ട് ചെയ്തത്? എനിക്ക് പാണ്ട ഭയങ്കര ഇഷ്ടം, ഇവനും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നീ വുഡ്പാണ്ട സെലക്ട് ചെയ്ത്. വുഡ്പാണ്ട റിസോർട്ട് നോക്കാം എങ്ങനെ ഉണ്ടായത്. ഞാൻ ഗസ് ചെയ്ത പോലെ തന്നെ വയനാട്ടിൽ തന്നെയാണ് ഗൈസ്. ഇത് കൽപ്പറ്റ മേപ്പാടി ഭാഗത്താണുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും കേറി നോക്കാം. പാർക്ക് ചെയ്യാം. നല്ല അടിപൊളി കേട്ടോ. നോക്കാം. നമ്മളിത് ഇവിടെ വുഡ്പാണ്ട റിസോർട്ടിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യം വായിച്ചത് വുഡ്പാണ്ട. ഇവിടുന്ന് കിളികളുടെ അത്യാവശ്യം റിസ്കി ആയിട്ട് അങ്ങോട്ട് കേറുന്നത്. എങ്ങനെ ഇറങ്ങി കൊഴപ്പില്ല, നോക്കെന്തായാലും. ഇവിടെ സീനറി ഒക്കെ അടിപൊളി. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഒന്ന് എക്സ്പ്ലോർ. ഇവിടെ വെൽക്കം ഡ്രിങ്ക് എന്നുണ്ട്. എന്തായാലും നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ആനിവേഴ്സറി ഇവിടെ നോക്കാം. ഓക്കെ, ബാക്കി കാഴ്ചകൾ ഇവിടുന്ന് കാണാം. നമ്മുടെ റൂം വുഡ്പാണ്ട റിസോർട്ട്. നീതി പുലർത്തി വുഡും പാണ്ടയും. സത്യം പറഞ്ഞാൽ മുഴുവൻ മരം കൊണ്ടുള്ള ഒരു സംഭവം. സെറ്റപ്പ്. പിന്നെന്താ, പിന്നെ മെയിൻ അട്രാക്ഷൻ പാണ്ടയാണ്. എന്റെ ഫേവറേറ്റ് ആണ്. നീ മനസ്സിലാക്കി തന്നെ ചെയ്താണല്ലോ. എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. ഇത് നമ്മുടെ എൻട്രൻസ് ഇവിടുന്നാണ്. ഇത് പുറത്തൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റും സെറ്റപ്പും ഒക്കെ അടിപൊളിയാണ്. ലൈറ്റും സെറ്റപ്പും ഒക്കെ അടിപൊളിയാണ്. ഇതൊക്കെ നീ ഓഫ് ചെയ്ത്. ബാത്റൂം, വിശാലമായ ബാത്റൂം എല്ലാം ഉണ്ട്. കണ്ടില്ലേ അത് മരി. ബാത്റൂം ഇങ്ങനെ കാണാൻ മാത്രമൊന്നുമില്ല ഗൈസ്. വലിയ ബാത്റൂമാണ് അത്ര. എല്ലാം ഡിസ്പെൻസറിൽ ഷാമ്പൂ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാഷിംഗ് ഏരിയ, ഹെയർ ഡ്രയർ, എല്ലാ സെറ്റപ്പ് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഹീറ്റർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാവുമായിരിക്കും, ഇല്ലാതെ നടക്കൂല്ലോ. പിന്നെ കബോർഡ് ഉണ്ട്. കബോർഡ് പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഇവിടെ വന്നാല് ഇവിടെയാണ് നമ്മളുടെ മെയിൻ കോഫി, ബിസ്ക്കറ്റ്, ലൈറ്റ് അവിടെ ഓഫ് ആക്കി. അത് ശരി, ഇവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്ത് ഒക്കെ നീ ഓഫ് ചെയ്ത. നീ എന്തൊക്കെ ഓക്കെ. ഇവിടെ കോഫി വെക്കാനുള്ള കെറ്റില്, അതിന് വെള്ളം, പാൽപ്പൊടി, കാപ്പിപ്പൊടി, പിന്നെ ലേസ്, ബിസ്ക്കറ്റ്, മിച്ചർ, ബിസ്ക്കറ്റ്, വാട്ടർ ബോട്ടിൽ ഇത് റീഫില്ല് ചെയ്ത്. പിന്നെ ഇത് റെഫ്രിജറേറ്റർ, 2 ഫ്രൂട്ടിയും ഒരു ആപ്പിൾ ഫിസ് ഉണ്ട്. പിന്നെ ഡയറി മിൽക്ക് 5 സ്റ്റാർ. എല്ലാം സെറ്റ്. എന്തെങ്കിലുണ്ടോ? ഇല്ല, ഇതിലൊന്നും. ഇതൊക്കെ നമുക്ക് വെച്ചതാണോ? ആണ്. ഇതിനൊക്കെ ബില്ല് വരുന്നു. പിന്നെ പാണ്ട. ലാൻഡ് ലൈൻ ഉണ്ട് വിളിക്കാനായിട്ട്.
ആവശ്യമുണ്ട്. TV ഉണ്ട്. ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് നോക്കാം. ദേ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ദേ ഒരു പാണ്ട മറ്റൊരു പാണ്ടനെ എടുത്ത് എന്റെ ഫേവറേറ്റ് ആനിമലാണ് പാണ്ട. എന്റെ അല്ല, എന്നെ മാത്രല്ല ഇവന്റെ സ്പിരിറ്റ് ആനിമലാ. ലേസി പാണ്ട. ഇത് ഇനി തുറക്കണ്ടേ? പാണ്ടയ്ക്ക് കൂടുതൽ ലേസി. ഇത് തുറക്കാന് ഇതൊക്കെ സ്റ്റിക്കർ വെക്ക്. പാണ്ട ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല. അതെ ഈ വഴിയിലാണ് നമ്മൾ വന്നത്. ഇതിലെ കയറ്റി കൊണ്ടാണ് കുറച്ച് വേണം. ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ അടിപൊളി സെറ്റപ്പ്. ഈ വ്യൂ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് തരുമെന്ന് വെച്ചാലോ ഭയങ്കര രസമുണ്ടേ. തൊട്ട് നോക്കുന്ന അല്ല ഇങ്ങനെ ഇരിക്കും ഇവിടെ. ഇങ്ങനെ ഒക്കെ തിരിക്കുന്നു. നീ ഇതിന് ദത്തെടുത്ത നമുക്കിനി ബേബി ഉണ്ട്. അങ്ങനെയാണ്. അങ്ങനല്ല, ഫോർ ദ ടൈം ബീങ്. അങ്ങനെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യൂ. രാവിലേക്ക് എന്താ അവസ്ഥ നോക്കാം നമുക്ക് എന്തായാലും. സൂര്യൻ അവിടെ കാണുന്നുണ്ട്. യെസ്. അപ്പൊ സൺസെറ്റ് ഇവിടെ ആയിരിക്കും. സൺറൈസ് അപ്പൊ നേരെ അപ്പുറത്തെ സൈഡ് ആയിരിക്കും. അപ്പൊ ആ വ്യൂ നമുക്ക് അത് മറ്റേ മാതളമാരാകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. അതെ ഇവിടെ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. സ്വിമ്മിങ് പൂൾ ഉണ്ട് നേരെ മേലെ. നോക്കാം നമുക്ക്. നല്ല വ്യൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഹാപ്പി ഡബിൾ ഹാപ്പി. റിസോർട്ടിന്റെ ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലം തന്നെ അടിപൊളിയാണെന്ന് നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇനി നമുക്ക് ഡിന്നർ എന്തൊക്കെ വേണമെന്ന് അവര് പറഞ്ഞു വിളിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ അതിനെ കൊണ്ടുപോകും. എന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ പറയാ, അയ്യോ നമുക്ക് മാറി പുറത്തിറങ്ങി വേണം. സ്വിമ്മിംഗ് പൂളിൽ അവിടെയൊക്കെ തിരക്കാൻ തോന്നുന്നു. സൺഡേ അല്ല, അപ്പൊ എന്തായാലും നല്ല ആൾക്കാരുണ്ട്. എന്തായാലും റൂമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. റിസോർട്ട് ഇഷ്ടമായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഫുഡിന്റെ ഒക്കെ എങ്ങനെയാണ്? വലിയ തണുപ്പുള്ളൊരു ഇതൊന്നല്ല. നമ്മുടെ നാട്ടിലത്തെ അതേപോലെ തന്നെ ബേസ് ഇട്ടുകൊണ്ടുള്ള തണുപ്പുള്ളൂ. 16 ഇടണ്ട. അത്രമാത്രം തണുപ്പാക്കണ്ടട്ടോ. ഇല്ല, പൊതുവെ അങ്ങനെ തണുപ്പുള്ള ഏരിയ ഇല്ല. ഇവിടെ എത്ര വെതർ നോക്കണ്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഡ്രസ്സൊക്കെ മാറുന്ന പുറത്തിറങ്ങിയാ. ഓക്കെ. സ്ഥലം നീ കറക്റ്റ് പറഞ്ഞ സ്ഥലം മേപ്പാടി മുക്കിൽപീടിക സ്ഥലം. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ട് ഫുൾ റിവ്യൂ നമുക്ക് എന്നിട്ട് പറയാം. എന്തായാലും നമുക്ക് ഇവിടുത്തെ റൂം അടിപൊളിയായിട്ട് തോന്നി. ഇടക്കൊന്ന് കറങ്ങി വരാം. നമ്മള് ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഇതെന്റെ പുതിയ ഡ്രസ്, കഫ്താൻ മോഡൽ. ഒരു ലൈറ്റിംഗ് ട്രാൻസിഷൻ കാണിച്ചു തരാം. കണ്ണടിക്കും കത്ത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി എന്താണ് പുറത്തെ കാഴ്ച നടക്കാൻ പോവാം. നമ്മളെ റിസോർട്ടൊക്കെ ഒന്ന് നമ്മൾ നടന്ന് കാണണ്ടേ എങ്ങനെയുണ്ട് എന്നൊക്കെ. ജസ്റ്റ് ഒരു അരമണിക്കൂർ വാക്കിംഗ് നടത്തിയിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് പുറത്ത് പോയി ഒരു വാക്കാണ്. സൺസെറ്റ്. പ്ലാവിന്റെ മറവില് കവുങ്ങിന്റെ മറവില് സൺസെറ്റ്. അപ്പൊ ഇവിടെ എല്ലാ മരങ്ങളും ഉണ്ട്. കവുങ്ങുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, എല്ലാ മരങ്ങളും ഉള്ള ഒരു വാലി വ്യൂ. അതെന്താ ഓറഞ്ചാ? ഗായ്സ്, നമ്മുടെ റൂം നമ്പർ 11 ആണ്. നമ്മള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. ഒന്ന് ജസ്റ്റ് ഒരു വാക്കിന് പോവാണ്. റിസോർട്ടൊക്കെ ഒന്ന് കാണാൻ, റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അടുത്തടുത്തൊക്കെ ഇതേപോലത്തെ ഓരോ കോട്ടേജസ് ആണ്, ഓരോരോ റൂംസ് ഉണ്ട്. നമുക്ക് ഈ പാണ്ടേനെ ഒരു പിക്ക്. നമുക്ക് വാക്കിങ്ങിന് പോവാം. നമുക്ക് പൂളിൽ അവിടേക്കും കടന്നു പോകാം. ബാക്കിലെ ഇതാണ് നമ്മൾ നിൽക്കുന്ന റൂം. നമ്മളെ ഫസ്റ്റ് 111 ഫസ്റ്റത്തെ റൂമുണ്ട്. തെയ്യ
തെയ്യത്തിൻ്റെ ഒക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. കലാരൂപങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം പോലത്തെ സെറ്റ്. ഇത് വേലത പാണ്ടായിരിക്കുന്നത് വാട്ടത്തായം തോന്നുന്നുണ്ട്. യെസ്, ഇതാണെന്നുണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സെറ്റപ്പ്. ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ്. ഇവിടെ ഒരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. അത്യാവശ്യം രസമുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഗായ്സ് നോക്ക്, ഇത് ഈ നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെയുള്ള ബോഗൻവില്ലേൻ്റെ കളക്ഷൻസ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അത് സംഭവം പറയാൻ വന്നെന്താ വെച്ചാൽ, അമ്മ ഇപ്പം നമ്മളെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൈയൊക്കെ അമ്മ ഇപ്പം ചോദിച്ച് മേടിച്ചിട്ടുണ്ടാവും. ദേ ഈ ചൂണ്ടിക്കാണിക്കുന്നതാണ് നമ്മുടെ റൂം കേട്ടോ. വന്നപ്പോൾ നമ്മൾ വന്നത് നല്ല അടിപൊളി സ്ഥലം. ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ്. നല്ല ഒരു ഇതാണ്. മഴക്കാറുണ്ടോ? ക്യാമറ ഉണ്ടോ അവിടെ? ഉണ്ട്. സൺസെറ്റ് കണ്ട CCTV നമ്മൾ കാട്ടണൊക്കെ അതൊക്കെ ഇവിടെ ഉണ്ടോ ക്യാമറ? അതാ ആമേന്റെ പൂള. അല്ല, എന്താ ചോദിക്കാൻ വന്നല്ലോ, മറന്നുപോയി. എന്തോന്ന് പറയാനുണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ അങ്ങനെ 3 സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നടുവിലൊരു മരൊക്കെ ഇട്ട്. സത്യം പറഞ്ഞ ഗൈസ്, ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഇത് പുതിയ റിസോർട്ടാണ്, പുതിയതാവുന്നുണ്ട്. ഭയങ്കര കാമായിട്ട്, ഭയങ്കര എന്താ പറയാ, ഈ സെറ്റ് ചെയ്തിരിക്കുന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഇറങ്ങിയൊക്കെ ഇല്ലേ? പറ്റൂ, ചെരുപ്പ് ഊരിട്ടിട്ട്. മറ്റേ സാധനമൊക്കെ ഉണ്ട്, ട്യൂബ്, പിള്ളേർക്ക് ഇതാക്കാൻ പറ്റും. നമ്മളെ പൂൾ നാളെ രാവിലെ ഇതിലിരുന്നാലോ, കുളിക്കാൻ വന്നാല്? അയ്യോ, മൂട് നനയടി. അയ്യേ, ഇപ്പൊ എന്തിനാ ഇപ്പൊ കുളിക്കുന്നേ? ഇപ്പൊ ജസ്റ്റ് നമുക്ക് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ല രസമുണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ. ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ നമുക്ക് കുറച്ചുണ്ട്, അല്ലെങ്കിൽ നാളെ രാവിലെ ഇറങ്ങാം. ആരും ഇല്ലാത്തപ്പോ ഇറങ്ങാം. Come on guys, this is wonderful evening. ശ്രദ്ധിക്കട്ടാ, ഇത്ര ഉള്ളു അല്ലേ? ദേ പോണ് പറ്റോ? ഹൊയ് 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 ഹൊയ്. ആ സാൻ അങ്ങോട്ട് നീന്തി പോവാ. ദേ അപ്പൂച്ച നീന്തണ്. കുട്ടികളെ സാധനങ്ങളൊക്കെ ഞാൻ വെറുതെ ചുമ്മാ കാലക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്റെ വേദിക്ക് വെള്ളാക്കന്നെ വേണ്ടട്ടാ, അടിയിട്ടുണ്ട് അടുത്തുനിന്ന്. ഇത് മറ്റേ നീന്തൽ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ. ശ്രദ്ധിച്ച്.
ഡെഡായോന്നൊക്കെ ഇഷ്ടായ ഞാൻ ഇപ്പൊ ഇറങ്ങുന്നില്ല ഗൈസ്, എന്തൊരു ചമ്മൽ പോലെ. രാത്രിക്ക് ആകുമ്പോ വരാം നമുക്ക്, എനിക്ക് എന്താ പോലെ ഉണ്ട്. ഇപ്പൊ വേണ്ട. എന്തായാലും അടിപൊളി റിസോർട്ടാണ്. എനിക്ക് തോന്നുന്നു പുതിയ റിസോർട്ടാവുന്നുണ്ടല്ലോ അത്. നമ്മളിതുവരെ കേട്ടിട്ടൊന്നുമില്ല, പിന്നെ അങ്ങനെ എവിടെയും വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല. മഴക്കാർ, ഓ നല്ല മഴക്കാറുണ്ട് ഗൈസ്. ഞാനിവിടെ വെറുതെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ചിൽ ചെയ്യാണ് ഞാന് രാത്രി ആകുമ്പോ വരാന്ന് വിചാരിക്കുന്നുണ്ട്. രാത്രി ആകുമ്പോ വരാന്ന് ഇരിക്കുന്നുണ്ട്. രാത്രി ഒരിട്ടും കൂടെ വരാ. എനിക്കിപ്പൊ ഇറങ്ങാൻ എന്തോ ഒരു ചടപ്പ്. അപ്പൊ രാത്രി മുങ്ങി പോയോ കാണാനല്ലോ. അങ്ങനെ നമ്മള് തണ്ണിയിലെത്തി. ഒരാള് ഇറങ്ങാൻ ഭയങ്കര പാട്, ഇപ്പൊ തിരിച്ചു കേറുന്നില്ല. ഈ സാധനം പിടിച്ചിട്ട് അവിടെ നിക്ക്. ഹോയ് 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 അന്തരീക്ഷത്തിന്റെ മട്ടും പാവവും മാറുന്നുണ്ട്. ചാവാൻ പോവാ. നല്ല സുഖമുണ്ട്. നീ ആദ്യമായിട്ടാ പുള്ളിറങ്ങുന്നത്? അല്ലല്ല, ചെറുപ്പത്തിലൊക്കെ ഇറങ്ങിണ്ട്. ഇപ്പൊ നമ്മള് വലുതായ സന്ദർഭം കിട്ടിയിട്ടില്ല. നമ്മളിത് അത്യാവശ്യം എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര റിലാക്സേഷൻ. ഞാൻ ഇങ്ങനെ എന്താ കാട്ടുന്ന ഇങ്ങനെ ചാടി ചാടി കളിക്കുന്ന നല്ല സുഖമുണ്ട്. ഇവിടെ ഇങ്ങനെ റിലാക്സ് നല്ല രസമാണ്. നമ്മുടെ എല്ലാ സ്ട്രെസ്സും ഇതിലൂടെ ഒഴുകി പോട്ടെ. നമ്മള് ഇനി നേരെ പോയി മാറ്റിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആവും. ഞാനിന്ന് മറ്റേ കുട്ടികളെ മറ്റേ സാധനം ഇട്ടത്, മറ്റേ ഈ സാധനം ഇട്ടിട്ട് ചാടി കിടക്കും. കോമഡി എന്താ വെച്ചാല് രണ്ടുപേരെ ചുമയും മാറിയിട്ടില്ല. ഇനി എന്തൊക്കെ അസുഖം വരും ആർക്കറിയാം. അതെ, എന്തായാലും ചാടി ചാടി കളിക്കാൻ നല്ല രസമുണ്ട്. നമ്മളിനി നേരെ റൂമിലേക്ക് പോവാം. എന്നിട്ട് മാറ്റി ഡിന്നറൊക്കെ വെള്ളത്തിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത് കോൾഡ് വരുന്ന മാതിരി എന്താ അറിയില്ല. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്തില്ലേ? പനി എരിഞ്ഞ് ശരി. നിന്റെ അമ്മ എന്നെ ഓടിച്ചിട്ട് ശരി നല്ല. ഇപ്പൊ നമുക്കിത് നേരം വല്ലപ്പോഴൊക്കെ അല്ലേ ഉള്ളൂ. അതെ. നമുക്ക് ഞം തിന്നാൻ പോവാം. രാത്രിയിലെ ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. നമ്മൾ എന്താ ഓർഡർ ചെയ്തിരിക്കുന്നത്? അതെ, ഇവിടെ ടോട്ടൽ 5 റൂംസ് ആണുള്ളത്. 5 ഫാമിലീസ് ഉണ്ട്. ഫാമിലീസ് ഐ തിങ്ക് വി ഓൺലി ഇത് കപ്പിൾസ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ എന്താ ഓർഡർ ചെയ്ത്? നമ്മള് ചപ്പാത്തിയും പിന്നെ വെജല്ല നോൺ തന്നെയാണ്. കാരണം വെജ് ശോകമാണ് ഗൈസ്, ഒന്നുമില്ല കാര്യമായിട്ട്. അപ്പൊ നമ്മള് വിചാരിച്ച പോലെ നടക്കില്ല. അപ്പൊ പിന്നെ ചിക്കൻ തന്നെ ഓർഡർ ചെയ്തു. സോ ഗൈസ്, നമുക്ക് പോയിട്ട് കഴിച്ചിട്ട് വരാം. ഓക്കെ, രാത്രിയിലെ വ്യൂവും അടിപൊളിയാണ്. കുറെ ലൈറ്റ്സും സെറ്റപ്പ് അങ്ങനെ സൈഡിൽ കൂടെ ഇതിലിങ്ങനെ നേരെ പോയിട്ട് എവിടേക്ക് പോകണം. ഇവിടെ കുറെ ഫാമിലീസ് ഒക്കെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും ഫുഡ് കഴിക്കാൻ നടക്കാം. ഏതായാലും ഫുഡ് കഴിക്കാം, എന്നിട്ട് വരാം. ഓക്കെ, നമുക്കുള്ള ഫുഡാണെന്ന് തോന്നുന്നു ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ കാൻഡിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് LED ലൈറ്റിൻ്റെ വെളിച്ചത്തിലുള്ള ഡിന്നർ, നമ്മുടെ ആനിവേഴ്സറി ഡിന്നറാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല നീറ്റാണ്. പുതിയതായോണ്ടാ തോന്നുന്നുണ്ട് കുറച്ച് നീറ്റ് കൂടുതൽ. കുഴപ്പമില്ല, അടിപൊളി. നമ്മുടെ ചപ്പാത്തി ഗ്രേവി ചിക്കൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും കഴിച്ചു നോക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ചപ്പാത്തിയും പിന്നെ പെപ്പർ ചിക്കനും പിന്നെ ഇതെന്താ ഗ്രേവിയാണ്? ഗ്രേവി പ്രാണി ലൈറ്റ് കാരണം പേടിച്ചു കഴിഞ്ഞു. ഗ്രേവി എനിക്ക് വേണമെന്നില്ല. എന്താ മല്ലിച്ചപ്പ് ചപ്പാത്തി. 8 മണിയായി ഗൈസ്.
ഇവിടെ ഒരു കാട്ടിലൊക്കെ നിക്കണ പോലെ തന്നെ ആ ഒരു അന്ന് നമ്മള് മറ്റവിടെ നിന്നില്ല ഹണിമൂണില് റിസോർട്ടിന്റെ ട്രീ ഹൗസിൽ കയറില്ല അതേപോലെ ഫുള്ള് ചീരിന്റെ വെച്ച അങ്ങനെ കാട്ടിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നീ എടുത്തില്ലേ? എടുത്തോളാം. എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ കൂടിയോ എന്നൊരു സംശയം. അത് നമ്മൾ എന്ത് സംബന്ധിച്ച് സ്വിമ്മിംഗ് പൂളിൽ കുറച്ചേരം ഇങ്ങനെ ഇറങ്ങി നിന്നു, പിന്നെ എ സിയിൽ ഇങ്ങനെ ഇരിക്കില്ല, അപ്പൊ അതുകൊണ്ടാ തോന്നുന്നു. സാരമില്ല. കഴിച്ച് നോക്കാം. കുഴപ്പമില്ല. നോർമൽ അതെ, അത് നോർമലാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പെപ്പർ ചിക്കനും ഗ്രേവിന് അത്ര ഇതായില്ല. ഒരു 2 ഓംലേറ്റും പറഞ്ഞു ഗൈസ്. ചൂടാറിട്ട് കഴിച്ചാൽ മതി. ഇവിടെ 7 ഇതാണുള്ളത്, റൂംസാണുള്ളത്. ഒന്ന് നമ്മൾ നിൽക്കുന്ന ഈ റൂം, പിന്നെ ഒന്നതായി ഈ പിന്നി കാണുന്ന ഈ റൂം, പിന്നെ അതെ ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂം. അതെ, ഇവിടെ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഇപ്പൊ 2 റൂമുണ്ട് ഇവിടെ ഇതിൽ തന്നെ, താഴെ ഒന്ന് മേലൊന്ന്, പിന്നെ അങ്ങനെ ഇതിലെങ്കിലൊക്കെ ഉണ്ടാവും. മൊത്തത്തിൽ 7 ജസ്റ്റ് നമുക്ക് ഇതിലൊന്ന് നടന്നു നോക്കാം, എങ്ങോട്ടാ നോക്കാം. ഇവിടെ മനസ്സിലായ 1 2 3 4 5 6 7. ഓക്കെ, ഒരു എൻഡ് ഗൈസ്. ഇവിടെ അതിൻ്റെ ഒരു എൻഡാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫുള്ള് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഇരിക്കാനും കളിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇതേ പോ അതിൽ വെള്ളം ഉണ്ടോ നോക്കട്ടെ. പൊട്ടൊന്നുമില്ലേ? വെള്ളം ഉണ്ടോ? എന്നായിരുന്നോ അങ്ങോട്ട് ചാരി. പൊട്ടിയാലോ? അല്ല, എത്ര കുട്ടിക്കൊന്നുമില്ല. അടിക്കോള് മതിയാവോള് അടിക്കോള് അടിക്കോ. ലൈറ്റ് സെറ്റപ്പാ ഗൈസ്. അപ്പുച്ചി അറിയാതെ ഒരു കുട്ടിയായി മാറി. ഇതൊന്ന് സാധനം അത് തിരിക്കണം ഞാനേ. അത് ശരി, തിരിച്ചരാട്ടാ. കുഞ്ഞു കുട്ടിയാ. കുട്ടികളാണോ വരെ നിനക്ക് ഞാൻ കുട്ടി, എനിക്ക് നീ കുട്ടി. ബായ്. കാലിച്ചാ നമുക്ക് ജസ്റ്റ് ഒന്നൊരു 5 മിനിറ്റ് വാക്ക് ചെയ്യാം. ഭക്ഷണമൊക്കെ കഴിച്ചല്ലേ. ഭക്ഷണമൊക്കെ കുഴപ്പമില്ല ഗൈസ്. നമ്മളെ വീട്ടിലത്തെ ഭക്ഷണം പോലെ ഉണ്ട്. മൊത്തത്തിൽ ലൈറ്റ് ആയിട്ടൊരു മങ്ങല്. അത് റൂമിലേക്കുള്ളത്. എങ്ങോട്ട് പോവാ? റൂമിൽ പോവാ. ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു പാർക്ക് സെറ്റപ്പ്. ഇരിക്കണ്ട, പൊട്ടി പോവും. ജസ്റ്റ് ഒന്ന് ചില്ലാവാൻ വേണ്ടിട്ട് ഞാനൊന്നും ഇരിക്കണില്ല. കുഞ്ഞു പിള്ളേർക്കുള്ള, ചെറിയ കുട്ടികൾക്കുള്ളത്. ഇതാണ് നമ്മുടെ പന്തം കത്തുന്ന മാതിരിയുണ്ട്. 7 ഇത് നമ്മളെ റിസപ്ഷൻ.
താഴെ റിസപ്ഷൻ, മുകളിൽ കിച്ചൺ. അത് പിന്നെ എല്ലാവരും കാറ് പാർക്ക് ചെയ്തത്. 7ഓളം റൂംസ് ഉണ്ട്. 7 ടീംസും വന്നിട്ടുണ്ട്. 3, 2, 1. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. സോ സ്വീറ്റ്. വളച്ചില്ലേ? നോട്ട് ഓൾവേസ് ദ എക്സ്പെൻസീവ് മേക്ക് സെൻസ്. കിൻഡർ ജോയ് എന്റെ ഫേവറേറ്റ്. അപ്പൊ നമുക്ക് ഈ സാധനം കത്തിച്ചാലോ? ചൻ 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 ചൻ. കിരി കിരി. ഇതെന്താ വിഷു? ഇതെന്താ സംഭവം? മറ്റേ പൂത്തിന്. യെസ്. ഹാപ്പി. മരം മൊത്തത്തിൽ കത്തി പിടിച്ചേ. പുച്ചി പുച്ചി. യെസ്. ഞാൻ അയച്ചോളാട്ടാ. നമുക്ക് ഷെയർ ചെയ്ത് വയ്ക്കാം. അതിപ്പോഴേ പൊളിച്ചാണ്. ക്ഷമ കെട്ടിട്ട് ഇതിലെ മിഠായി തിന്നാനല്ല ഗൈസ്. ഇതില് ഒരു ക്യൂരിയോസിറ്റി. ഇതിലെന്താ നോക്കാനാണ്? മറ്റേ സാധനം താറാവിന്റെ. ഇതില് പിന്നെ മിഠായി. ഇതിപ്പോ തിന്നില്ല. എത്ര കാലായി മിഠായി കഴിച്ചിട്ട്? കാലങ്ങളായി സത്യം. കിൻഡർ ജോയ് ഒക്കെ ഞാൻ കൊറേ കഴിച്ചിട്ട്. ഇപ്പൊ വലിയ വലിയ മിഠായി ഉള്ളപ്പോ ഇതിനൊന്നും ഒരു വേണ്ടിയില്ലതാ. ഈ ഉണ്ട മാത്രാണ് ഗൈസ് എനിക്കിഷ്ടം. ബാക്കി നിൽക്കും. സോ നമ്മുടെ ആനിവേഴ്സറി നമ്മൾ വിചാരിച്ച പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. യെസ്. എന്ത് കേക്കായിരുന്നു? ഇത് ബ്ലൂബെറി ചീസ് കേക്ക്. നമ്മളൊരു സർപ്രൈസ് വരെ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ ഇവർക്ക് സെറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തോണ്ടും. സർപ്രൈസ് വെച്ചാൽ എല്ലാം ഞാൻ അറിയും ഉള്ളത് കൊണ്ടും. എന്തായാലും സംഭവം എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് നല്ല രീതിക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റി. നീ ഹാപ്പിയാണ്. അത്രയും കേട്ടാ മതി. എനിക്ക് കേക്ക് മേടിച്ചിരിക്കുന്നത് ഒരു വാൾനട്ട് കേക്ക് ഫാക്ടറി ആണ്. ഞാൻ വെച്ച വാൾനട്ട് കൊണ്ടുള്ള ഐറ്റംസ് ആയിരിക്കുന്നു. പക്ഷെ അവിടെ ഒരുവിധം എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ വ്ളോഗ് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ആനിവേഴ്സറി കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കിയത്. നമ്മളെ യൂട്യൂബ് ജേണി ഉള്ളത് കൊണ്ടാണ് കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പുതിയ പുതിയ ഐഡിയാസും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ഥലങ്ങളിൽ പോകുന്നതും അങ്ങനത്തെ കുറേ സാധനം നമുക്ക് മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാനും നിങ്ങളെ കാണിക്കാനും കൂടിയാണ്. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇതേപോലെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻസ്പയർഡ് ആയിട്ടൊക്കെ ചെയ്യാം. നിങ്ങളെ പാർട്ട്ണർക്ക് സർപ്രൈസ് ഒക്കെ കൊടുക്കാം. അതൊക്കെ അവർക്ക് സ്പെഷ്യലായിരിക്കും. ഇപ്പോൾ ഭാഗ്യനെ സ്പെഷ്യൽ ആക്കിയ പോലെ നിങ്ങൾക്ക് സ്പെഷ്യലാക്കാം നിങ്ങളെ പാർട്ട്ണറെ. സോ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്ത് ആക്ച്വലി സാധാരണ ഗിഫ്റ്റ് ഒക്കെയാണ് നമ്മള് കൈമാറുക. പിന്നെ നമുക്കൊരു ഐഡിയ തോന്നിയെന്ന് വെച്ചാല് എന്തിനിങ്ങനെ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള വെറുതെ പൈസ. നമ്മള് ഒരു ഗിഫ്റ്റ് പണ്ടൊക്കെ നമ്മളെ ഫുള്ള് ഗിഫ്റ്റ് അങ്ങോട്ടൊരു കൈമാറുക വെറുതെയാണ്. അതിലൊന്നും അത്ര അത് അന്നത്തെ കാലത്ത് ആ പ്രായത്തിൽ നമുക്ക് അങ്ങനെ ക്യൂരിയോസിറ്റിയും കൊടുക്കാം. അതെ, പുതിയ പുതിയ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക, ട്രിപ്പ് പോവുക, ആ ഒരു പൈസ ഉണ്ട്. അപ്പൊ നമ്മള് കുറെ പുതിയ സ്ഥലങ്ങൾ കാണാനും പറ്റും. നമുക്ക് നല്ലൊരു മെമ്മറീസ് ഉണ്ടാക്കാം. അങ്ങനെയൊക്കെയാണ്. അതാണ് അതിന്റെ ഉദ്ദേശം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് അത് ഓക്കെ ആണ്. മൈൻഡും ഫിസിക്കലി എല്ലാ രീതിയിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതെ, നമ്മൾ പുതിയൊരു സ്ഥലത്ത് ഗിഫ്റ്റ് ആകുമ്പോൾ ഗിഫ്റ്റിൽ ഒതുങ്ങും. അതുള്ളൂ. അവിടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫീൽ ഗുഡ് ഇത് വരുന്നുണ്ട്. റിലാക്സിങ്. അതെ, അപ്പൊ ഒരു സ്പെഷ്യൽ ഡേ കുറച്ചുകൂടെ കൂടുതൽ സ്പെഷ്യൽ. അപ്പൊ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇന്നത്തെ ദിവസത്തേക്ക് നമ്മളോട് ഇന്നത്തെ ദിവസത്തോടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് 1-2 സ്ഥലത്തോട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ തുടർന്നുള്ള വ്ളോഗ് അടുത്ത പാർട്ടിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.
നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. Take care. Till then, take care. Bye. Bye.